കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആദ്യം ജഗന്നാഥൻ വച്ചു നീട്ടിയ 10 ലക്ഷം, അതായിരുന്നു മോഹവില. പിന്നെ അഖിലിനെ വലയിൽ വീഴിച്ചാൽ കിട്ടുന്ന കോടികളോട് കൊതി. ഇപ്പോഴോ പണം കായ്ക്കുന്ന മരം തന്നെ സ്വന്തമാക്കണമെന്ന അത്യാഗ്രഹം. നിന്നെ എനിക്ക് വേണം. അതിനാരെയൊക്കെ കൂടെ നിർത്തണോ അവരെ നിർത്തും, ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കും. നിന്നെ കാത്തിരുന്ന് ഞാൻ ബോറടിച്ചു. പൂജാ ചടങ്ങുകൾ, നിശ്ചയം, നീ എങ്ങനെ തിരക്കിലല്ലേ? അതൊക്കെ എനിക്ക് വേണ്ടി മാത്രമാണോ? അഖിലുമായി അടുപ്പം കൂടി വിവാഹത്തിന് മുൻപ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത് മുങ്ങുക എന്ന നമ്മുടെ പ്ലാൻ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നാ ഇപ്പൊ എന്റെ ചിന്ത. എന്തേ, നിനക്ക് അവനോട് സിമ്പതി തോന്നി തുടങ്ങിയോ? ദേ, വൃത്തിയോട് പറയല്ലേ. ഓ, ലക്ഷങ്ങളല്ല, കോടികൾ കൈ വരുന്നൊരു പദ്ധതിയാ എന്റെ മനസ്സില്. വിവാഹം വരെ നിന്നാ നമുക്ക് ലക്ഷങ്ങൾ കിട്ടും, വിവാഹം കഴിഞ്ഞാൽ കോടികൾ. ഇതിലേത് വേണം? നമുക്ക് കഷ്ടപ്പെടാതെ ലാഭിഷായി ജീവിക്കണം. ഈഗോ മാറ്റിവെച്ചിട്ടേ ഞാൻ പറയുന്നത് പോലെ കൂടെ നിൽക്കണം. നീ ആദ്യം കാര്യം എന്താന്ന് പറ. ജഗന്നാഥന്റെ ഐഡിയ പൊളിച്ച് അഖിലിനെ ഞാൻ വിവാഹം കഴിക്കും. നീ ഞെട്ടി. കല്യാണം കഴിക്കാനൊന്നും പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. അഖിലിന്റെ ഭാര്യയാകാൻ ഞാനും ഒരുക്കമല്ല. പക്ഷേ അവന്റെ കോടിക്കണക്കിന് സ്വത്തിന്റെ പകുതി ഷെയറെങ്കിലും സ്വന്തമാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിന് 2-3 മാസം അഖിലിന്റെ ഭാര്യയായി കഴിയേണ്ടി വരും. നിന്നെ എനിക്ക് നഷ്ടപ്പെടുന്നതൊന്നും ഞാൻ ചെയ്യില്ല. എടാ, ഇത് വെറും ആക്ടിങ്ങാ. അത് കഴിഞ്ഞാ നമുക്ക് നാടുവിടാം. നീ വിചാരിക്കുന്ന പോലെ ഒരു റിലേഷനും ഞങ്ങൾ തമ്മിലുണ്ടാവില്ല. പ്രോമിസ്. നീ സമ്മതിച്ച നമ്മൾ സ്വർഗത്ത് ജീവിക്കും. ജഗന്നാഥന്റെയോ മായയുടെ ഭീഷണിയൊന്നും കാര്യാക്കണ്ട. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. നിന്റെ മനസ്സറിയാതെ അഖിലിലേക്ക് ചാഞ്ഞാൽ? എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഒന്നിച്ച് ജീവിക്കുന്നത് നമ്മളാ. ഞാൻ ഇത്രയൊക്കെ കടന്നു ചിന്തിക്കുന്നതും ശ്രമിക്കുന്നതും നീ മൊത്ത ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാനുള്ള പണത്തിന് വേണ്ടിയാ. ഇക്കാര്യത്തിൽ നിനക്ക് എന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ പിണങ്ങല്ലേ. നമുക്കിപ്പോൾ ആവശ്യം പണമാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ മനസ്സ് കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കാം. നീ തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ. ഇത് കഴിയട്ടെ. നിന്റെ എല്ലാ പരാതിയും ഞാൻ തീർത്തു തരാം. എന്റെ ആവശ്യം കഴിഞ്ഞ നീ ഔട്ടാടാ. പിന്നെ എന്റെ ഭർത്താവ് അഖിൽ. ഇനി തുടങ്ങാൻ പോകുന്നത് അതിനുള്ള കളികളാ കുട്ടാ. എത്ര? 50 രൂപ. നമ്മള് ശ്യാമയുടെ കല്യാണക്കാര്യം പറഞ്ഞപ്പോഴേ സരോയത്തിന്റെ മുഖം മാറിയത് കണ്ടായിരുന്നു. കല്യാണത്തിന് എന്തെങ്കിലും സഹായം ചോദിക്കാൻ ചെന്നതാണെന്ന് അവള് കരുതി കാണും. ഒരേ ഒരു അനിയത്തിയല്ലേ, കണ്ടിട്ട് ഒരുപാട് നാളായില്ലേന്ന് കരുതി പോയതാ. എന്റെ ദേവകി, എല്ലാവർക്കും പണമുള്ളവരെ മാത്രമേ കാര്യമുള്ളൂ. നിങ്ങളുടെ മോളെ എന്ത് ഭാവിച്ച ഇറങ്ങിയിരിക്കുന്നേ? എത്ര കൊണ്ടാലും കൊടുത്താലും അവള് പഠിക്കില്ല. മാഡം എന്താ?
സ്വന്തം മോളെ നിലയ്ക്ക് നിർത്താൻ അറിയാത്ത നിങ്ങളൊരു അച്ഛനാണോ? അരുന്ധതി, വാവിട്ട് വർത്തമാനം പറയരുത്. മാഡം, എന്തായാലും വീട്ടിലോട്ട് കയറി സംസാരിക്കാം. ഇനിയിപ്പോ എനിക്ക് അകത്തോട്ട് എഴുന്നള്ളേണ്ട കാര്യമില്ല. ഇത് കാണ്. സത്യസന്ധയും നിഷ്കളങ്കയുമായി നിങ്ങളുടെ പുന്നാര മോള് കോടീശ്വര പുത്രനുമായി വഴിയിൽ നിന്ന് ശൃംഗരിക്കുന്നത് കണ്ടോ? ഒരു ഭാഗത്ത് കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുന്നു, മറുഭാഗത്ത് വേറൊരുത്തനുമായിട്ട് കറക്കം. ഇതാണോ നിങ്ങളുടെ തറവാട്ടു പാരമ്പര്യം? മാഡം, നിർത്ത്. എന്റെ മോള് വഴിതെറ്റി നടക്കത്തില്ല. അങ്ങനെയാ ഞങ്ങൾ അവളെ വളർത്തിയിരിക്കുന്നേ. വളർത്തുഗുണമൊന്നും എന്നോട് പറയണ്ട. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവര് തമ്മിൽ ബന്ധമുണ്ട്. ഇതിനു മുൻപ് തുടങ്ങിയതാ. വെറുതെ കിന്നാരം മാത്രമല്ല, വില കൂടി എന്തോ ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് മോൾക്ക്. നോക്ക്. ഇവളൊറ്റ ഒരുത്തി കാരണം ഞാനും വസുന്ധരയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും തകരുന്ന അവസ്ഥയാ. ഇതുകൂടി അറിഞ്ഞാൽ അവര് വെറുതെ ഇരിക്കില്ല. മാഡം, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ? മകളെ അടക്കി നിർത്തണം. അവര് തമ്മില് ഇനി കാണരുത്. ഞാനും അഖിലിന്റെ കുടുംബവുമായുള്ള ബന്ധം തകർക്കരുത്. അഖിലുമായി ശ്യാമ ഇപ്പോഴും കാണുന്നുണ്ടെന്ന് അഖിലിന്റെ വീട്ടുകാർ അറിഞ്ഞാൽ നിങ്ങളുടെ വീടിടിച്ചു നിർത്തി എല്ലാത്തിനെയും കത്തിക്കും. രണ്ടുപേരെ ഒന്നിച്ച് കണ്ടപ്പോ അവളുടെ കരണത്തൊന്ന് കൊടുത്ത് കൂട്ടിക്കൊണ്ടു വരണമെന്നുണ്ടായിരുന്നു. അഖിലിനത് മോശമാവുമല്ലോ എന്ന് കരുതി ഞാൻ ക്ഷമിച്ചതാ. ശ്യാമയോട് പറയാനുള്ളത് ഇന്ന് വൈകിട്ട് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. ഇന്ന് 6:30 വീട്ടിലേക്ക് വരാൻ പറഞ്ഞാ മതി. അതിനു മുമ്പ് നന്നായിട്ടൊന്ന് ഉപദേശിച്ചേക്ക്. ബാക്കി ഞാൻ കൊടുത്തോളാം. വാസുവേട്ടാ, ശ്യാമ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അരുന്ധതിക്ക് ഒരു സമാധാനം ഇല്ലെന്നാ തോന്നുന്നത്. നമ്മൾ അവളെ വഴക്കു പറയണം. അതാ അവരുടെ ഉദ്ദേശം. ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കാനിരിക്കുക. അതിനിടയിലേ നമ്മളാ സൂക്ഷിക്കേണ്ടത്. വർമ്മ സാറിന്റെ മോൻ നമ്മുടെ മോളെ കാണാൻ ഇവിടെ വരുന്നു, വഴി വെച്ച് സംസാരിക്കുന്നു, അവക്ക് സമ്മാനം കൊടുക്കുന്നു. ഇതൊക്കെ അരുന്ധതി 10 പേരോട് പറഞ്ഞാ അതിന്റെ മാനക്കേട് നമ്മുടെ മോക്ക. നിങ്ങള് വരാൻ താമസിക്കുന്നു പറഞ്ഞിട്ട് ഇളയമ്മയുടെ വീട്ടില് പോയില്ലേ? പോയി. പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. മോളെന്താ താമസിച്ചേ? ഓ, ഒന്നും പറയണ്ട എന്റെ അമ്മ. വഴിക്ക് വെച്ച് അഖിൽ സാറിനെ കണ്ടു. അന്ന് കറണ്ട് പോയപ്പോ ക്ഷേത്രക്കുളത്തില് കാല് തെറ്റി വീണപ്പോ രക്ഷിച്ചത് ഞാനല്ലേ എന്ന് ചോദിച്ചു. ഒടുവില് ഞാൻ സമ്മതിച്ചു. സാറിന്റെ ജീവൻ രക്ഷിച്ചതിന് എനിക്കൊരു സമ്മാനം തന്നാ വിട്ടെ. ദാ കണ്ടോ? സൂപ്പറല്ലേ? ഇതൊക്കെ എന്തിനാ മോളെ നീ വാങ്ങാൻ പോയേ? ആളുകൾ എന്താ വിചാരിക്കുന്നേ? മോളെ, അഖിൽ നിനക്ക് ഈ സമ്മാനം തരുന്നത് അരുന്ധതി ദേവി കണ്ടു. നീ അവനെ മയക്കെടുക്കാൻ ശ്രമിക്കുന്നെന്നാ അവര് പറയുന്നത്. മോളെ, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാ. പക്ഷെ അരുന്ധതി വിഷവാ. നോക്കിയും കണ്ടും ജീവിച്ചില്ലെങ്കിലേ അത് അപകടമാ. അച്ഛാ,
ഞാനത് അഖിൽ സാർ നിർബന്ധിച്ച് തന്നുകൊണ്ട് വാങ്ങിച്ചതാ. ആ, മോളെ അടുത്ത മാസം നിന്റെ കല്യാണമാ. പേരുദോഷം കേൾപ്പിച്ച് അത് നീയായിട്ട് മുടക്കരുത്. അച്ഛാ, മോളെ, വീട്ടിൽ വെച്ച് ഞങ്ങളെ തടഞ്ഞു നിർത്തി അരുന്ധതി നിന്നെ മോശക്കാരിയാക്കി സംസാരിച്ചതിന്റെ സങ്കടം അച്ഛന്. ദേഷ്യപ്പെട്ട് പറഞ്ഞതായിട്ട് എടുക്കല്ലേ മോളെ. ഇനിയാണെങ്കിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയേക്കണം. എന്താ എടുക്കാത്തെ? ഹലോ. ആ, ഹലോ അഖിൽ. ഉറങ്ങിയൊന്ന് സംശയിച്ചു, അതാ മെസ്സേജ് ഇട്ടത്. നക്ഷത്രയുടെ കോള് വന്നപ്പോ ഉറക്കം പോയി. അഖിക്കോ? ആ, ഞാൻ വീട്ടിൽ വന്നപ്പോ പ്രിയപ്പെട്ടവരെല്ലാം അഖിന്ന് വിളിക്കുന്നത് കേട്ടെ. അതാ അഖിന്ന് വിളിച്ചു പോയത്. ഇത്ര പെട്ടെന്ന് നക്ഷത്രയ്ക്ക് ഞാൻ പ്രിയപ്പെട്ടതായോ? അഖിലിനെ ആർക്കാ ഇഷ്ടപ്പെടാത്ത? നക്ഷത്രയ്ക്ക് ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് വരുമോ? ഇപ്പൊ വിളിക്കോ? അഖി ഇപ്പൊ എന്റെ ഒരു ഭാഗമാ. ഹലോ. ഹലോ. ഓ, ഞാൻ വിചാരിച്ചു കോള് കട്ട് ചെയ്തു. ഏയ് ഇല്ല, ഞാൻ നക്ഷത്രയുടെ ഇപ്പോഴത്തെ ഭാവം എന്താണെന്ന് ആലോചിക്കായിരുന്നു. പിന്നെ എനിക്കിപ്പോ അഖിലിനെ ഒന്ന് കാണണമെന്നുണ്ട്. വീഡിയോ കോളിൽ വരാം. വേണ്ട, എനിക്ക് നേർക്ക് നേർ സംസാരിക്കണം. അഖിയുടെ സാമീപ്യം അറിഞ്ഞ്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പലതവണ കണ്ടെങ്കിലും അതൊക്കെ വീട്ടുകാർക്കിടയിലായിപ്പോയി. നമുക്ക് നമ്മുടേതായ ചില ഇഷ്ടങ്ങൾ സംസാരിക്കണ്ടേ? ഈ ഹൃദയം തുറന്ന് സംസാരിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ. നക്ഷത്ര പറഞ്ഞോളൂ. നാളെ ഡിന്നർ നമുക്ക് ഒരുമിച്ച് പുറത്തുനിന്നാക്കിയാലോ? ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ. അതിനെന്താ, ഞാൻ റെഡി. എങ്കിൽ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വിളിക്കാം. ഓക്കെ. എവിടെ വെച്ചാണ് ഡിന്നർ പാർട്ടിന്ന് ഞാൻ രാവിലെ മെസ്സേജ് ചെയ്യാം. ഓക്കെ. എന്നാലേ നാളെ എന്നോട് പറയാനുള്ളതെല്ലാം രാത്രിയിൽ തന്നെ ഓർത്തു വെച്ചോളൂ. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പറയുന്നത് കേൾക്കാനും കൂടിയാ. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. രാത്രിയിൽ ആരെങ്കിലും സ്വപ്നം കാണുന്ന ശീലം ഉണ്ടെങ്കിൽ ഇനി മുതൽ എന്നെ കണ്ടോളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. നാളത്തെ ഡിന്നർ പാർട്ടി നമുക്ക് അവിസ്മരണീയമാക്കണം മോനെ. അഖിയുടെ വിവാഹ നിശ്ചയം വലിയൊരു ആഘോഷമായിട്ട് തന്നെ നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതെ ഏട്ടാ, ഞാൻ അമ്മയോടും അച്ഛനോടും ഈ കാര്യം പറഞ്ഞതാ. പക്ഷേ അതിനിടയ്ക്കല്ലേ ദോഷം വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഒരാഘോഷവും വേണ്ടെന്ന് വെച്ചത്. എന്തൊരു ഡിമാൻഡ്! ഇതൊരു പറയേ, ആവശ്യം നേരത്തെ ഒരുത്തനെ നിർത്തൂല. അല്ല, ഇന്നതൊരു ബസ് കുറവാൻ പാടില്ല. ആവശ്യ സമയത്ത് ബസ്സും ഇല്ല, ഒറ്റ ഓട്ടോക്കാരനെ നിർത്തത്തുമില്ല. ഓ, നക്ഷത്ര നിലയത്തിൽ ചെല്ലാൻ താമസിച്ച ആ ജഗന്നാഥ് വായിന്ന് തോനെ വഴക്കും കേൾക്കണം. ഓ, ഒരു ഓട്ടോയെങ്കിലും കിട്ടിയാ മതിയായിരുന്നു എന്റെ ആറ്റലമ്മച്ചി. എന്തിരീ എടാ, ഒന്ന് നിർത്തണടാ.
അക്കിയുടെ കല്യാണം ഒരു മാസമെങ്കിലും തകർത്ത് ആഘോഷിക്കണമെന്ന് കരുതിയത്. ആ, ഇതിപ്പോ നിശ്ചയം കൂടെ കഴിഞ്ഞാൽ കഷ്ടിച്ച് ഒരാഴ്ച. അതെ. എന്താടാ? ഏട്ടനാ ബസ് സ്റ്റോപ്പിന്റെ സൈഡിലേക്ക് നോക്കിയേ. അവിടെ നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടോ? അതാരെ? ഏട്ടാ ഒന്ന് ശരിക്കും നോക്കേട്ടാ. അത് നമ്മുടെ നക്ഷത്രയുടെ മമ്മിയെ പോലെ ഇല്ലേ? നക്ഷത്രയുടെ മമ്മിയോ? ആ. എന്തൊരു ചൂടായത്, സഹിക്കാൻ പറ്റണില്ലല്ലേ? നക്ഷത്രയുടെ മമ്മിക്ക് ഈ വഴിയിൽ വന്ന് വേർത്ത് കുളിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? അതെന്താണെന്നൊന്ന് അറിയണമല്ലോ. ഏട്ടൻ ഇറങ്ങിയേ, ഇറങ്ങേട്ടാ. അയ്യോ എന്റെ ദൈവമേ, ഇത് അഖിൽ സാറിന്റെ ചേട്ടന്മാരല്ലേ? അയ്യോ, അവരെന്നെ ഈ വേഷത്തിൽ ഇവിടെ വെച്ച് കണ്ട എല്ലാ കള്ളക്കളിയും പൊളിയും. അയ്യോ, ദാ ഇങ്ങോട്ട് വരണേ. അയ്യോ, ഞാനിപ്പോ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ പെട്ട്. ഓട്ടോ 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 ഓട്ടോ. ഇറങ്ങുന്നേ. വേഗം പോയേട്ടാ, പോയി പോയി, നിങ്ങൾ പോയി വേഗം. വേഗം പോയി. നാടകത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഈ മല്ലികയോടാ കളി. എന്റെ ആറ്റുകാലമ്മച്ചി ആകെ കുഴപ്പത്തിലാവുമല്ലോ. അയ്യോ, എന്റെ പകുതി ജീവൻ അങ്ങ് പോയി. എടാ, അതേ നക്ഷത്രയുടെ മമ്മിയൊന്നും അല്ല. അവർക്ക് ഇതുപോലെ മുടന്നുണ്ടോ? മുടന്തില്ല, പക്ഷെ രൂപം അതുപോലെ തന്നെയാ. എനിക്കും ചെറിയൊരു സാമ്യം തോന്നി. അല്ലെങ്കിൽ തന്നെ ഒരേപോലെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? ആ, നീ വന്നേ. വാ. ഹലോ. ആ മോളെ മല്ലികയാ? അയ്യോ, മോളുടെ അമ്മയായിട്ട് ആക്ട് ചെയ്യുന്ന മല്ലിക. ആ പറയൂ ചേച്ചി. ഞാനേ ഒരാട്ടോ നോക്കി നിൽക്കുമ്പോ അഖിൽ സാറിന്റെ ചേട്ടന്മാരെന്നെ കണ്ടു മോളെ. ഓ ഗോഡ്, അവർക്ക് നിങ്ങളെ മനസ്സിലായോ? അതൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ ഒരു തരത്തിൽ അവരെ പിടിപ്പെടാതെ രക്ഷപ്പെട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ജഗന്നാഥൻ സാറിനെ പോയി കാണാം. അയ്യോ, ഞാൻ അങ്ങോട്ട് അല്ലാനാ? അയ്യോ, എന്നെ തോനെ വഴക്കു പറയാം. വഴക്കാണെങ്കിലും തല്ലാണെങ്കിലും കൈയോടെ മേടിച്ചു, അതാ നല്ലത്. എന്നാ പിന്നെ മോളും കൂടി വരി. ഞാനൊരു ഫംഗ്ഷന് പോവാൻ റെഡിയാവാ. മല്ലിയ ചേച്ചി തനിയെ പോയാ മതി. എന്നിട്ട് കാര്യം പറയും. എന്തെങ്കിലും ഒരു മാർഗം അവര് കണ്ടുപിടിച്ചോളും. സമയം കളയാതെ വേഗം ചെല്ലേ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യോ? അഖിലിന്റേത് നല്ല ലക്ഷണയുക്തമായ ജാതകമാ. ലക്ഷണം ഇല്ലെങ്കിലും ഈ ജാതകക്കാരൻ ശ്യാമയെ വിവാഹം കഴിക്കും. ശ്യാമയുടെ നക്ഷത്രം രോഹിണിയാ. അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ജാതക ഇത്. അത് നമ്മൾ പറഞ്ഞ പോരല്ലോ. വാസുദേവൻ ആരെ കൊണ്ടാണോ ജാതകപ്പൊരുത്തം നോക്കുന്നത് ആ ജ്യോത്സ്യം പറയണ്ടേ? ചില സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലറ ചില്ലറ കളവുകളൊക്കെ പറയുമെങ്കിലും ക്ഷേത്രാചാര ചടങ്ങുകളും മന്ത്രങ്ങളും ജ്യോതിഷവും നന്നായി പഠിച്ചിട്ടുള്ള ഒരാൾ തന്നെയാ ഞാൻ. അതറിയാവുന്ന കൊണ്ടാണല്ലോ ഞങ്ങൾ ഈ കൂടെ നിർത്തിയിരിക്കുന്നത്. ഇനിയിപ്പോ ജാതകം വാസുദേവനെ ഏൽപ്പിക്കണ്ടേ? ഏൽപ്പിക്കണം. അത് മാത്രം പോരാ, ഇനിയിപ്പോ കല്യാണ ചെലവുകളൊക്കെ ആരംഭിക്കുകയല്ലേ. അവർക്ക് സഹായവുമായിട്ട് മറ്റാരെങ്കിലും എത്തുന്നതിന് മുൻപ് നമുക്ക് എത്തണം. അപ്പോ ഞാനങ്ങോട്ട്. ഭഗവാനെ, അപ്പൊ ശരി. ജാതകം വാങ്ങിയപ്പോ അഖിലിന്റെ വീട്ടുകാർക്കാർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? ജാതക പ്രശ്നം നോക്കി പരിഹാരം ചെയ്യാന്നാ പറഞ്ഞേ.
പ്രത്യേകിച്ച് കുറച്ച് ഭക്തി കൂടിയ കുടുംബ. ചെറിയ കാര്യങ്ങൾ പോലും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കണ്ണിലൂടെ വസുന്ധരാമ നോക്കിക്കാണും. ആ, അത് ഞങ്ങൾക്കാണ് ഉപകാരപ്പെടുന്നത്. ആ, അപ്പോ ഞാൻ ഇറങ്ങട്ടെ. സാറേ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അയ്യോ, എന്തിനു പറയാനാ സാറേ, എനിക്കൊരബദ്ധം പറ്റി. അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അകത്തേക്ക് വാ. വാ മായ. സാറേ, അത് പിന്നെ സാറേ, ഞാൻ വീട് വരെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതാ. തിരിച്ച് നക്ഷത്ര നിലയത്തിലേക്ക് വരെ ആട്ടോ നോക്കി നിൽക്കുമ്പോഴാ. നിങ്ങൾ എന്തിനാ ബസ്സിനൊക്കെ പോയത്? പറഞ്ഞ കാർ അയക്കില്ലായിരുന്നോ? അത് പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി. അതിപ്പോ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായി. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കണതേ അതുവഴി കാറിൽ വന്ന ആനന്ദ നിലയത്തിലെ വസുന്ധരാമയുടെ 2 മക്കൾ കണ്ടു.